ഷൈലോക്ക് എന്നറിയപ്പെടുന്ന ബ്ലേഡ് മാഫിയ തലവൻ ബോസ് അറസ്റ്റിൽ. ബോസിന്റെ അറസ്റ്റ് സിനിമയ്ക്കുള്ളിലെ ബ്ലേഡ് പലിശക്കാരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് വെളിച്ചം വീശും. ആലുവ പോലീസ് ക്ലബിൽ കൂടുതൽ ചോദ്യം ചെയ്യലിനായി എത്തിച്ചിരിക്കുന്നു. പ്രതി കുറ്റം സംഭവിച്ചോ സാർ? മിസ്സിംഗ് ആയ ആദിത്യ വർമ്മയെ കുറിച്ച് വല്ല അറിവും കിട്ടിയോ? ഒന്നും പറയാറായിട്ടില്ല. ചോദ്യം ചെയ്ത് വരുന്നതല്ലേ ഉള്ളൂ. കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പറയാം. ഈ അറസ്റ്റോട് കൂടി ബോസിനെതിരെ കൂടുതൽ ഇതേത് ഫോട്ടോ? തലവൻ ബോസ് പോലീസ് പിടിയിലായതിനു ശേഷമുള്ള ദൃശ്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. ബോസ് അറസ്റ്റ് കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. സാറായിരുന്നു. വാ സാറേ വാ. പ്ലീസ് സിറ്റ് ഡൗൺ. പറയൂനെ കുപ്പിവള കില കില കിലങ്ങണല്ല നിർത്ത മാട്ടേനെ നീ എന്നാ പണ്ണുവേ നീ എന്നാ. നീ ന്യൂസ് കണ്ടില്ലേ? ഈ മുറിയുടെ തൊട്ട് പുറത്ത് നടക്കുന്ന സംഭവങ്ങൾ പോലും TV-യിലൂടെ കാണേണ്ടി വരിക എന്ന് പറയുന്ന അവസ്ഥ ഭീകരമാണല്ലേ ബോസേ? നീ അതൊന്ന് അറിഞ്ഞോട്ടെന്ന് കയറി തന്നെ നിനക്ക് TV വെച്ചു കൊടുക്കാൻ ഞാൻ പറഞ്ഞത്. ആണോ? ഈ കെണിയിലേക്ക് നീയായിട്ട് വന്ന് കയറിയത്. ഇനി ഇവിടെ നിന്ന് അത്ര എളുപ്പത്തിൽ രക്ഷപ്പെടാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടോ? അതോ നീ എല്ലായിടത്തും ചെയ്യുന്നത് പോലെ നിന്റെ സിനിമാറ്റിക് ഗിമ്മിക്ക് വെച്ച് ആ വിലങ്ങ് എന്റെ കയ്യിലേക്ക് ഇട്ടിട്ട് നീ ഇവിടുന്ന് വാനിഷ് ആവൂ? ഈ വിജയൊക്കെ ചെയ്യുന്നത് പോലെ? വിജയല്ല സാർ, വിജയ് സേതുപതി. ഒരു കഥ സൊല്ലട്ടുമാ സാർ. വൺസ് അപ്പോൺ എ ടൈം there was a കള്ളൻ ആൻഡ് എ പോലീസ്. കള്ളനെ ഒളിക്കാൻ വേണ്ടി പോലീസ് കണ്ണടച്ച് 10 വരെ എണ്ണും. 10 വരെ എണ്ണുന്നതിനുള്ളിൽ കള്ളൻ ഒളിച്ചിരിക്കണം. ഒളിച്ചില്ലെങ്കിൽ പോലീസ് പൊക്കും. ഇവിടെ കണ്ണടച്ച് പോലീസ് എണ്ണുമ്പം കള്ളൻ മുമ്പിലുണ്ട്. എണ്ണിക്കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോഴും കള്ളൻ അതുപോലെ തന്നെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഈ കണ്ണടച്ച് എണ്ണിക്കൊണ്ടിരുന്ന സമയത്ത് കള്ളൻ എന്തെല്ലാം കളി കളിച്ചു എന്ന് പോലീസുകാരന് വല്ല വിവരമുണ്ടോ? എന്നിട്ടും പോലീസുകാരൻ പറയും ഞാൻ കള്ളനെ പിടിച്ചേന്ന്. ഈ കളിയുടെ അവസാനം എങ്ങനെയാണെന്ന് സാറിന് വല്ല പിടിയുണ്ടോ? ആ TV ഒന്ന് ഓണാക്ക് സാറേ. പോലീസ് കണ്ണടച്ചിരുന്ന സമയത്ത് കള്ളൻ ചെയ്തതെന്നാണെന്നറിയാമല്ലോ. കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ആദിത്യ വർമ്മ അതേ കേസ് അന്വേഷിക്കുന്ന കമ്മീഷണർ ഫെലിക്സ് ജോണിന്റെ മകളുമായി ഈ കഴിഞ്ഞ ദിവസം നാഗ്പൂരിൽ ഒരു റിസോർട്ടിൽ ഹോളി ആഘോഷിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വളരെ വലിയ വിവാദങ്ങളിലേക്കാണ് ഈ ദൃശ്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ എനിക്കിവിടെ മാത്രമല്ല സാറേ പിടി, അങ്ങ് നാഗ്പൂരിലുണ്ട് പിടി. എന്നാ പിടി. സർ, യെസ് സർ. ഓക്കെ സർ, ഐ ഡു ഇറ്റ്. തെളിയിക്കുന്നത് ഇതിലെന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ? എന്ത് ഗൂഢാലോചന? ഈ കേസ് അന്വേഷിക്കുന്ന കമ്മീഷണർ മോളുടെ കൂടി അവൻ ഒളിച്ചോടി പോയത്. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ക്യാമറ പൊക്കി പിടിച്ചോണ്ട് വന്നോളൂ. നിങ്ങളെ കൊണ്ടൊക്കെ ജീവിക്കാൻ വയ്യാതെ കേട്ടോ. അപ്പൊ പോട്ടെ സാറേ, കിട്ടിയ ചവിട്ടും കൊണ്ട് വീട് പിടിക്കാൻ നോക്കട്ടെ. വലിയ ഉപകാരം. ആ പിന്നെ സാറ് നേരത്തെ പറഞ്ഞ പോലെ സിനിമാറ്റിക് ബുൾഷിറ്റ് അത് ഈ പരിപാടി തീരുന്നവരെ കാണും സാറേ. സുല സർ, 2 ദിവസത്തെ കുറ്റാന്വേഷണങ്ങൾക്കും ചോദ്യം ചെയ്യുന്നതിനൊടുവിൽ താങ്കളുടെ നിരപരാധിത്വം തെളിഞ്ഞിരിക്കുകയാണ്. എന്താണ് ഈ അവസരത്തിൽ താങ്കളുടെ പ്രതികരണം? പൈസ ഇല്ലാത്തതുകൊണ്ട് ഷൂട്ടിംഗ് നിന്നു പോകുമെന്ന് പറഞ്ഞ് പ്രഥമൻ സാറ് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് പൈസ കൊടുത്ത് സഹായിച്ചു എന്നുള്ളത് നേരെ. പൈസ തരാൻ 2-3 ആഴ്ച വൈകിയപ്പോൾ ഞാൻ ചെന്ന് 2-3 പ്രാവശ്യം ചോദിച്ചെന്നുള്ളതും സത്യമാണ്. അതിന് ഞാൻ വർമ്മ സാറിന്റെ മകനെ തട്ടിക്കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞാൽ ഞാനിത് സിനിമയിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ. എന്നെ കൊണ്ടൊന്നും അതിന് പറ്റുകയല്ലോ സാറേ. നിങ്ങളെ പോലീസ് ഉപദ്രവിച്ചോ? എന്റെ പൈസ പോയി. ഇപ്പൊ നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ തട്ടിപ്പുകാരനും ബ്ലേഡ് മാഫിയക്കാരനുമായി. 2 ദിവസം ഇതിനകത്ത് കടന്ന് ഇവരുടെ ചവിട്ടും തൊഴിയൊക്കെ കൊണ്ടപ്പോ എനിക്കിപ്പോ എല്ലാത്തിനും പേടിയാ സാർ. നിങ്ങളെയും എല്ലാത്തിനെയും പേടിയാ. വാടാ മക്കളെ, ആ വീഡിയോ നിങ്ങൾക്ക് കൊണ്ടുതന്ന ആ നല്ല മനുഷ്യനോടും അത് TV കാണിച്ച നിങ്ങളോടും ഒക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്.
ഒരിക്കലും മറക്കുകയല്ല. മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാൾ ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊട്ടനും പോയി, മണ്ടനും പോയി, ബോട്ടും കിട്ടി, ഐലസാ. പോയി തുറക്ക. ഇവൻ ഇന്ന് എൻ്റെ കയ്യിൽ വാങ്ങിച്ചു കൂട്ടും. അതെ, എന്റെ മോനെ പറ. യോ, മോനെ നാഗ്പൂർ എങ്ങാനും കണ്ടെന്ന് ഇപ്പൊ ന്യൂസിൽ പറഞ്ഞായിരുന്നല്ലോ, വിളിച്ചില്ലേ? കളി നമ്മൾ തമ്മിലാ. അതിനിടയിലോട്ടെന്റെ മോനെ വലിച്ചിറക്കിയാ നീ അനുഭവിക്കും ബോസേ. കളി നമ്മൾ തമ്മിലായിരുന്നെങ്കിൽ നീ എന്തിനാ നിന്റെ മോനെ ഇറക്കി ചെക്ക് വെച്ചത്? നിന്റെ മോൻ മിസ്സിംഗ് ആണെന്ന് TV ന്യൂസ് കണ്ടപ്പോഴേ ഞാൻ ഉറപ്പിച്ചു അതെനിക്കുള്ള കപ്പാണെന്ന്. കമ്മീഷണർ മോളുമായിട്ട് കറങ്ങാൻ പോയി നിന്റെ മോൻ എവിടെ പോയി പ്രതാപ? കാറ്റത്ത് പാറിപ്പോയോ? അവൻ എവിടാന്ന് നീയായിട്ട് പറയുന്നോ അതോ ഞാൻ പറയിപ്പിക്കണം? അവനെ പൊക്കി കൈവച്ചാ ഞാൻ നിന്റെ കണക്ക് തീർക്കുമെന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നെങ്കിൽ അത് തെറ്റിദ്ധാരണയാ ബോസേ. താൻ പറഞ്ഞ കണക്കിന്റെ കാര്യം അത് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. എല്ലാ കണക്കും കൂട്ടിയും കുറച്ചും ഗുണിച്ചും ഹരിച്ചും തീർത്തിട്ടേ ഞാൻ ഈ കൊച്ചി വിടുവെന്ന്. എന്നെ ഈ കണക്ക് പരീക്ഷയ്ക്ക് ഇരുത്തിയത് നീയും കമ്മീഷണർ സാറും കൂടെ അല്ലേ പ്രതാപ? അതുകൊണ്ട് പഠിച്ച് പരീക്ഷ എഴുതി സർട്ടിഫിക്കറ്റും വാങ്ങിച്ചിട്ടേ ഞാനിവിടെ നിന്ന് പോകും. കണക്ക് തീർക്കുന്നത് എപ്പോ, എങ്ങനെ, എവിടെ വെച്ചെന്നുള്ള നല്ല വിഷയം. നമ്മൾ ചെയ്യുന്നതിന് ഒരു തെളിവുമില്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അങ്ങനെയല്ലേ സാറേ? നാഗ്പൂരിൽ നിന്ന് അവനെ ആരെങ്കിലും പൊക്കിയിട്ടുണ്ടാവും. 2 ദിവസം തലകീഴായി കെട്ടിത്തൂക്കിയിട്ട് തല്ലിയിട്ടുണ്ടാവും. തല്ലുകൊണ്ടവൻ അപ്പനെ വിളിച്ച് കരഞ്ഞിട്ടുണ്ടാവാം. അലറിക്കരഞ്ഞ അവന്റെ വായിൽ ആരെങ്കിലും ഇരുമ്പുവടി കുത്തിക്കയറ്റിയിട്ടുണ്ടാവും. രക്ഷപ്പെട്ടോടാൻ നോക്കി അവനെ ഒരു വണ്ടി ഇടിച്ചിട്ടുണ്ടാവും. ചോര വാർന്ന റോഡിൽ കിടന്ന അവന്റെ ദേഹത്ത് ആ കാർ കേറി ഇറങ്ങിയിട്ടുണ്ടാവാം. ആ വണ്ടി അവന്റെ അപ്പൻ പ്രതാപവർമ്മയുടേതാവാം. ആ വണ്ടി ഓടിച്ചിരുന്നത് BOSS ബോസ്. തന്നെ കൊണ്ടൊരു ചെയ്യാൻ പറ്റില്ല. സായന്തരം ബാടി വീട്ടിക്ക് വന്ന് சேர்ந்துடும். പാർട്ട്ണർ കിട്ട சொல்லி വെച്ചിട്ട് വരട്ടാ.